എന്നെ വിളിച്ചുമൊക്കെ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു, എന്താണ് അതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ജുഡീഷ്യറിയിലും ഗവൺമെൻറ്റിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. പിന്നെ യൂസഫ് അലി സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സാറ് അത് ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് എപ്പോഴും കല്ലേറ് കിട്ടുക. നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന യൂസഫ് അലി സാറ് നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടി വന്ന സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായ രീതിയിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കാലശേഷവും അത് എല്ലാവരും വളരെ പ്രകീർത്തിക്കപ്പെട്ടൊരു കാര്യമാണ്. ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിലേക്ക് സംഭാവന നൽകാം എന്നൊരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ചുമതലപ്പെടുത്തിയതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പിൻ്റെ റീജിയണൽ ഡയറക്ടർ ശ്രീ ജോഷ് ദാനനും ശ്രീ അനൂപ്, അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പിൻ്റെ സാരഥികളെല്ലാം ഇവിടെ വന്ന് ആ ചെക്ക് കൈമാറി. എന്നെ വിളിച്ചുമൊക്കെ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇങ്ങനെ പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു, എന്താണ് അതൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ ജുഡീഷ്യറിയിലും ഗവൺമെൻറ്റിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. ഞാനൊരു നിസ്സാരമായൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ ഒരു കുഞ്ഞിനെ പോലും ഒരാൾക്ക് നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം ഈ വക കാര്യങ്ങൾ പറയുക. പിന്നെ യൂസഫ് അലി സാറ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായ കാരണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സാറ് അത് ചെയ്യുന്നത്. ഞങ്ങളെപ്പോഴും, ഞാനും എൻ്റെ സാറും ഒക്കെ ഇതിലൊരു ഭാഗമാണ്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് ലുലു മാള്. സാറിനറിയാം, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ ബന്ധപ്പെടും. ഞങ്ങൾ ഇതുപോലുള്ള സൗകര്യവും സജ്ജീകരണം എപ്പോഴും ഉണ്ടാവും. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് എപ്പോഴും കല്ലേറ് കിട്ടുക. നമ്മളിപ്പോൾ ഒരുപാട് മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയുള്ളൂ. അപ്പോൾ മാങ്ങയൊന്നും ഇല്ലാത്ത മാവിൽ ആരെങ്കിലും കല്ലെറിയുമോ? അപ്പം നല്ല ഫലം തരുന്നവർക്ക് എപ്പോഴും കല്ലേറ് കൂടുതൽ കിട്ടുക. കാരണം നിഷ്കാമ കർമ്മമാണ് ഏറ്റവും വലിയ കർമ്മം. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു കർമ്മം ചെയ്താൽ മാത്രം പോരാ, അത് നിഷ്കാമമായിരിക്കണം. അങ്ങനെ പ്രതിഫലേച്ഛ കൂടാതെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്നതിൽ വാസ്തവത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് തീർച്ചയായിട്ടും DACയുടെ വളർച്ചയ്ക്ക് ഇത് പ്രേരകമാകും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നല്ല കാര്യങ്ങളെയും വക്രീകരിക്കാനും അതിനെയെല്ലാം അപമാനിക്കാനും അപഹസിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും അതിന് നേതൃത്വം കൊടുത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ കൈകളിലാണ് കാര്യങ്ങളെല്ലാം എന്ന ധാരണയാണ് അവർക്കുള്ളത്. അവർ പറയുന്നത് കൊണ്ടെല്ലാം അങ്ങനെ ആയിത്തീരുമെന്ന് അവർ ധരിക്കുന്നുണ്ട്. അതിനെല്ലാം ഭാഗമായിട്ടാണ് ഇത്തരം പ്രചാരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിനെതിരെ വരുന്നത്. പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് അദ്ദേഹം ഈ സഹായം നമ്മുടെ DACക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് മനസ്സ് കാണിച്ചതിന് അദ്ദേഹത്തിന് എല്ലാ നന്ദിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാഹനത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ചെക്ക് കൈമാറുന്നതോടെ തന്നെ ആ വാഹനം ഇന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സ്റ്റൈപ്പൻഡിനകത്തും നമുക്ക് ഈ മാസം മുതൽ വർധനവ് വരുത്താൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു സന്തോഷം കൂടി യൂസഫ് അലി ഇവിടെ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, ലുലു ഗ്രൂപ്പിൻ്റെ സാധ്യതകളോട് പറയുന്നു. ഈ 2 കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നൊരു സന്തോഷം കൂടിയുണ്ട്.